നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ കൺസൾട്ടൻസി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 ജനുവരി മാസം 27 നക്ഷത്രക്കാർക്കും എന്തെല്ലാം ഗുണഫലങ്ങളാണ് നൽകുന്നത്? എന്തെങ്കിലും ചെറിയ ചെറിയ പ്രാർത്ഥനകൾ ആവശ്യമുണ്ടോ? അങ്ങനെയൊക്കെ ആവാം. ഈ 2025 ജനുവരി മാസത്തിലെ പ്രധാന വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെ രാശിക്കാർക്കാണ് ഗുണഫലങ്ങളുള്ളത്, അവരുടെ പ്രാർത്ഥനകൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം. 27 നക്ഷത്രക്കാരുടെയും, അതായത് 12 രാശിക്കാരുടെയും അല്ലെങ്കിൽ കൂറുകാരുടെയും സാമാന്യ ഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. വിശദമായ വിശകലനം ഗ്രഹനിലയിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് പൊതുഫലങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുമ്പായി നമുക്ക് രാശിചക്രത്തെക്കുറിച്ച് ഒന്ന് അറിയേണ്ടതുണ്ട്. ഉത്രാടം നക്ഷത്രത്തിലാണ് അതായത് 2025 ജനുവരി 1-ാം തീയതി സൂര്യൻ നിൽക്കുന്നത്. 1-ാം തീയതി മുതൽ 15-ാം തീയതി വരെ, അതായത് മാസത്തിന്റെ പകുതി ഭാഗം സൂര്യൻ വരുന്നത് ധനുമാസത്തിലും അല്ലെങ്കിൽ ധനുരാശിയിലും, പിന്നീട് ഉള്ള അവസാന പാതി മകരം രാശിയിലുമാണ് സൂര്യൻ വരുന്നത്. ചന്ദ്രനാവട്ടെ മകരം രാശിയിൽ തുടങ്ങി കുംഭം രാശിയിൽ അവസാനിക്കുന്നു. മകരം രാശിയിൽ തുടങ്ങി മകരം രാശി വരെ എത്തിയതിന് ശേഷം വീണ്ടും കുംഭൻ രാശിയിൽ എത്തുന്നു. ചതയത്തിനാണ് അവസാനിക്കുന്നത്. ഉത്രാടത്തിൽ തുടങ്ങി ഉത്രാടം കഴിഞ്ഞ് പിന്നെ തിരുവോണം അവിട്ടം കഴിഞ്ഞ് ചതയത്തിലാണ് അവസാനിക്കുന്നത്. ഇനി അടുത്തത് എന്ന് പറയുന്നത് ചൊവ്വയാണ്. ചൊവ്വ മിഥുനൻ രാശിയിലേക്ക്, കർക്കിടകൻ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്ക് ഒരു രാശിമാറ്റം, വക്രത്തിലേക്ക് ഒരു രാശിമാറ്റം ഉണ്ട്. അതുപോലെ തന്നെ ശുക്രൻ 28-ാം തീയതി മകരൻ രാശിയിൽ നിന്നും കുംഭൻ രാശിയിലേക്ക് ഒരു മാറ്റം ഇപ്പോൾ വന്നിരിക്കുന്നു. 28/1/2005 ആകുമ്പോൾ വീണ്ടും ഒരു മാറ്റം കൂടി വരുന്നു. അതായത് കുംഭൻ രാശിയിൽ നിൽക്കുന്ന ശുക്രൻ മീനം രാശിയിലേക്ക് ഒരു രാശിമാറ്റം പറയുന്നുണ്ട്. അത് അവസാന 3 ദിവസങ്ങളിലാണ്. ബുധന് വൃശ്ചിക രാശിയിൽ നിൽക്കുന്ന ബുധൻ ധനുരാശിയിലേക്ക് ഒരു മാറ്റം വരുന്നു. അതും ഒരു മാറ്റം തന്നെയാണ്. ബുധന് വൃശ്ചിക രാശിയിൽ നിന്നും ധനുരാശിയിലേക്കും ധനുരാശിയിൽ നിന്ന് മകരൻ രാശിയിലേക്കും ബുധനും ഒരു മാറ്റം വരുന്നുണ്ട്. മന്ദൻ അവിടെ തന്നെയാണ്, വ്യാഴം അവിടെ തന്നെയാണ്. ശുക്രന്റെയും ബുധന്റെയും രാശിമാറ്റവും രാഹുകേതുക്കളുടെ രാശിമാറ്റവും വളരെ ചുരുങ്ങിയതാണ്. ചൊവ്വ വക്രത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ നമുക്കിനി വിശദമായ ഫലത്തിലേക്ക് വരാം. മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക, ആദ്യപാദം വരുന്ന 2.25 നക്ഷത്രക്കാർക്ക് 2025 ജനുവരി മാസം ചിരകാല പ്രതീക്ഷകളെല്ലാം പൂവണിയുന്ന ഒരു മാസമായിരിക്കും. കാരണം വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്കോ മറ്റ് കർമ്മരംഗങ്ങളുടെ പുതിയ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അവരുടെ ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്ന ഒരു മാസമാണ് ജനുവരി മാസം. ഭൂരിപക്ഷ അഭിപ്രായത്തെ മാനിക്കുന്നതിനാൽ ആത്മസംതൃപ്തി ഉണ്ടാകും. ഗൗരവമുള്ള വിഷയങ്ങൾ വളരെ ലാഘവത്തോടെ അവതരിപ്പിക്കുവാൻ ഇവർക്ക് സാധിക്കും. ഗവേഷകർക്കും ശാസ്ത്രജ്ഞന്മാർക്കും വിദ്യാർത്ഥികൾക്കും അനുകൂല ഫലങ്ങൾ വന്നു ചേരും. സുഹൃത്ത് ഉപദേശത്താലും ഈശ്വര പ്രാർത്ഥനകളാലും പലപ്പോഴും അനുഭവപ്പെടുന്ന വിരസതയെ അതിജീവിക്കുവാനാവും. ഔദ്യോഗിക വിദ്യാഭ്യാസ പദ്ധതികൾ ഉടനെ തന്നെ നടപ്പിലാക്കുന്നതിനും അതിലൂടെ വിജയപ്രതീക്ഷയ്ക്കുള്ള വഴി തുറക്കും. മേലധികാരിയുടെ പ്രതിനിധിയായി പ്രവർത്തിക്കേണ്ടതായ സാഹചര്യം അനുഭവചാനത്തിന് വഴിയൊരുക്കും. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പൂർവിക സ്വത്ത് ഏറെക്കുറെ തിരിച്ചു ലഭിക്കുവാനുള്ള ഒരു ധാരണ ഉണ്ടാകും. നരമ്പ് സംബന്ധമായോ അല്ലെങ്കിൽ പ്രമേഹമായ രോഗങ്ങൾക്കോ അല്പം ആശ്വാസം വരുന്ന പ്രകൃതി ചികിത്സ ചെയ്യുന്നതും പ്രാണായാമവും വ്യായാമവും ഒക്കെ ചെയ്യുന്നതുകൂടി രോഗശാന്തി പ്രതീക്ഷിക്കാവുന്നതാണ്. ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിന് തൃപ്തിയുള്ള സ്ഥാപനത്തിലേക്ക് അഡ്മിഷൻ കിട്ടുവാനുള്ള സാധ്യതയും തെളിഞ്ഞു വരുന്നു.
കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകുന്നതിനാൽ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. മഹത് വ്യക്തികളുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ ശ്രമിക്കും. വിജ്ഞാനം ആർജിക്കുവാനും അത് പകർന്നു കൊടുക്കുവാനും അവസരം വന്നു ചേരും. പ്രത്യുപകാരം ചെയ്യുവാൻ സാധിക്കുന്നതിനാൽ എല്ലാ കാര്യത്തിലും ഒരു കൃതാർത്ഥതയുണ്ടാകും. പ്രത്യേകിച്ചും സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടുകൂടി കുടുംബത്തിൽ വന്നു ചേരാവുന്ന എല്ലാ കഷ്ടതകളും ക്ലേശങ്ങളും മാറിക്കിട്ടും. തിരുവാതിര വരുന്നുണ്ട്. ധനുമാസത്തിലെ തിരുവാതിര നാളിൽ ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, അതുപോലെ തന്നെ തൈപ്പൂയത്തിന് പ്രാർത്ഥനകൾ ചെയ്യുന്നത്, പൊങ്കൽ, മകരത്തിലെ മകരജ്യോതി, ഇതൊക്കെ ദർശന ഭാഗ്യവും, അതുപോലെ തന്നെ ഏകാദശി വ്രതം, ഗുരുവായൂർ വൈകുണ്ഠ ഏകാദശി വ്രതം എടുക്കുക, അങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ ചെയ്യുന്നതോടുകൂടി എല്ലാം മംഗളമായി ഭവിക്കും. ഇനി നമുക്ക് ഇടവം രാശി. ഇടവം രാശി എന്ന് പറയുമ്പോൾ കാർത്തികയുടെ അവസാന 3 പാദവും രോഹിണിയും മകയിരത്തിന്റെ ആദ്യ 2 പാദവും ചേരുന്ന 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അർത്ഥവ്യാപ്തിയോടുകൂടിയ ആശയങ്ങൾ തനതായ മൂല്യത്തോടുകൂടി അനുവർത്തിക്കുന്നതിനാൽ അഭിലാഷങ്ങളെല്ലാം സഫലമാകും. പ്രതികാര ബുദ്ധിയോടുകൂടിയ സമീപനത്തിന് സുഹൃത്തുക്കൾക്ക് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുകയും അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും. മേലധികാരിയുടെ പ്രതിനിധിയായി പലപ്പോഴും ജോലി ചെയ്യേണ്ടതായി വരുമെങ്കിലും ഇടയ്ക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരാധനാലയങ്ങളിൽ, അതായത് കുടുംബ പരദേവതകൾക്ക് അവിടുത്തെ ക്ഷേത്രവുമായി നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കുചേരുന്നതായിരിക്കും. ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുവാൻ സാധിക്കുമെങ്കിലും അല്പം ഞാനെന്ന ഭാവം ഒഴിവാക്കി പ്രവർത്തിക്കുന്നത് നന്നായിരിക്കും. പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കുമെങ്കിലും കുറച്ച് വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. പ്രായാധിക്യമുള്ളവരുടെ വാക്കുകൾ അനുസരിക്കുന്നതിനാൽ അബദ്ധങ്ങൾ ഒഴിവായി കിട്ടും. അതൊന്നും മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകും. ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കും. ഉൽപാദന രംഗത്ത്, കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വ്യവസായികൾക്കുമൊക്കെ അവരുടെ ഉൽപാദന രംഗത്ത് കുറച്ച് നല്ല ഗുണങ്ങൾ പ്രതീക്ഷിക്കാം. തത്തുല്യമായി വിപണനവും വിപുലമാകും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റവും അതുപോലെ തന്നെ സ്ഥാനമാറ്റവും, അതായത് സ്ഥലം മാറ്റവും, സ്ഥാനക്കയറ്റവും സ്ഥാനമാറ്റവും അല്ലെങ്കിൽ സ്ഥലം മാറ്റവും പ്രതീക്ഷിക്കാം. ബന്ധുവിൻ്റെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കുന്നതിനാൽ പുതിയ സൗഹൃദമൊക്കെ ഉടലെടുക്കും. അത് വഴിതെറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അനൗദ്യോഗികമായ ചില സാഹചര്യങ്ങളിൽ ചില അബദ്ധങ്ങൾ സംഭവിക്കാതിരിക്കാൻ യാത്രകൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ആ യാത്രകൾ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കാവുന്നതാണ്. ഭൂമിയോ ഗ്രഹമോ വാങ്ങുന്നതിനുള്ള ഒരുക്കങ്ങൾ നടത്തും. വാഹനം മാറ്റി വാങ്ങാനും ശ്രമം നടത്തുന്നതാണ്. ആശയങ്ങൾ ലളിതമായ രീതിയിൽ അവതരിപ്പിക്കുവാൻ ഒരു പ്രത്യേക കഴിവ് തോന്നുകയും അത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ആത്മാഭിമാനം വർദ്ധിക്കും. കരാറുള്ള പ്രവർത്തനങ്ങളെ അതിൽ നിന്ന് ഒന്ന് വിട്ടു നിൽക്കുന്നതാണ് നല്ലത്. കാരണം ഉദ്ദേശിച്ച ഫലം കിട്ടണമെന്നില്ല. അപ്പൊ കരാർ വ്യവസ്ഥകളിൽ ഒപ്പുവെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കരാറുകൾ ഒന്നുകൂടി ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. ലാഭശതമാന വ്യവസ്ഥതയോടുകൂടിയ പ്രവർത്തനങ്ങൾക്ക് അനുഭവഫലമുണ്ടാകും. സത്യസന്ധവും നീതിയുക്തമായ സമീപനത്താൽ സർവ ബഹുമതിയും വന്നു ചേരും. ഫലപ്രദമായ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു തുടങ്ങുന്ന തൊഴില് വളരെ മുന്നേറ്റം ഉണ്ടാവും. തൊഴിലിൽ അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. തൊഴിൽ മേഖലകളിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ വരുത്തുന്നതുവഴി ഗുണഫലം വർദ്ധിക്കും. പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളെ അതിജീവിക്കുന്നതിനും വിരോധികളായ പലരും അനുകൂല ഭാവത്തിൽ വന്നു ചേരുകയും ചെയ്യും.
സന്ധിവേദന, കാൽവേദന, അതുപോലെ തന്നെ കൈകാൽ കഴപ്പ് തുടങ്ങിയ അസ്വാസ്ഥ്യങ്ങൾ വരാവുന്നതാണ്. പ്രത്യേകം ആരോഗ്യകാര്യത്തിലും ഭക്ഷണകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ്. വിശേഷ ദിവസങ്ങളിലെല്ലാം പ്രാർത്ഥനകൾ ചെയ്യുന്നത്, മഹാലക്ഷ്മിയെ നിത്യം ഭജിക്കുന്നത്, കനകധാരാ സ്തോത്രം ശ്രവിക്കുന്നത്, ലളിതാ സഹസ്രനാമം, അതുപോലെ ദേവി മഹാത്മ്യ പാരായണമൊക്കെ ചെയ്യുമ്പോൾ ഇവരുടെ രാശിനാഥൻ്റെ തൃപ്തിയോടിലൂടെ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. മിഥുനം രാശി. മിഥുനൻ രാശി എന്ന് പറയുമ്പോൾ മകയിരത്തിൻ്റെ അവസാന 2 പാദവും തിരുവാതിരയും പുണർദത്തിന്റെ ആദ്യ 3 പാദവും ചേരുന്ന 2 നക്ഷത്രം. ഇവർക്ക് ഈശ്വര പ്രാർത്ഥനകളാലും ആത്മനിയന്ത്രണത്താലും ചില സൗമ്യ സമീപനവും അർപ്പണ മനോഭാവവും ഒക്കെ ഇവർ പ്രകടിപ്പിക്കും. പക്ഷെ പെട്ടെന്ന് തന്നെ കോപിതരാവുകയും ചെയ്യും. ക്ഷിപ്രകോപം കൊണ്ട് ഇവർ നേടിവച്ചിരുന്ന എല്ലാ ഗുണങ്ങളും വന്നു ചേരാനിരിക്കുന്ന ഗുണഫലങ്ങൾ അല്പം കാലതാമസത്തോടു കൂടി മാത്രമേ അനുഭവയോഗ്യമാകൂ. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും വളരെ ശ്രദ്ധിച്ചു വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ. അനിഷ്ടഫലങ്ങളെ അതിജീവിച്ച് ആശ്വാസമാകുന്ന എല്ലാ രംഗങ്ങളിലും ആരൊക്കെയാണോ ആശ്വാസം നൽകാൻ ശ്രമിക്കുന്നത് അവരുടെയൊക്കെ വാക്കുകൾ ഒന്ന് ശ്രവിക്കുന്നത് നന്നായിരിക്കും. ഔചിത്യമുള്ള സമീപന ശൈലിക്ക് അർഹമായ അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടി അല്പം കടുത്ത തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നത് നന്നായിരിക്കും. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോട് സമർപ്പിക്കുന്ന പദ്ധതികൾ വിജയിക്കും. എപ്പോഴും ഗുരുക്കന്മാരെയും കുടുംബ പരദേവതയെയും അതുപോലെ തന്നെ മനസ്സിൽ രാശിയാധിപനായ ശ്രീരാമസ്വാമിയെയും ഹനുമാൻ സ്വാമിയൊക്കെ പ്രാർത്ഥിക്കുന്നത് ഒരുപാട് ഗുണഫലങ്ങൾ നൽകും. വിദഗ്ധ ചികിത്സകളാലും ഭക്ഷണ ക്രമീകരണങ്ങളായും മാറാരോഗങ്ങൾക്ക്, അതായത് ഒരിക്കലും ഭേദപ്പെടില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന രോഗങ്ങൾക്ക് രോഗശമനം വന്നു ചേരും. ആ അസുഖങ്ങളെയൊക്കെ അതിജീവിച്ച് ആരോഗ്യം വീണ്ടെടുത്ത് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് ഒരു കുതിപ്പ് കാണാം. ഈശ്വര വിശ്വാസത്തിലൂടെ ആ പ്രാർത്ഥനകൾ തുടർന്നു കൊണ്ടിരിക്കുകയും മരുന്നുകൾ യഥാസമയം കഴിക്കുകയും ചെയ്യുമ്പോൾ ഗുണഫലങ്ങൾ വർദ്ധിക്കും. ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അവസ്ഥാഭേദങ്ങൾക്കനുസരിച്ച് മാറുന്ന കുട്ടികളുടെ സ്വഭാവത്തിൽ അല്പം ആശങ്ക വർദ്ധിക്കും. കുട്ടികളെ അവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കുവാൻ ദേവതകളുടെ അനുഗ്രഹം തേടുക. ദേവതാ പ്രീതികരമായ കർമ്മങ്ങൾ, ദാനധർമ്മങ്ങൾ, രക്ഷിതാക്കളോടുള്ള മൃദമായ പെരുമാറ്റം, കുടുംബത്തിൽ മുതിർന്നവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കുട്ടികളിലും കാലോചിതമായ മാറ്റങ്ങൾ വന്നു ചേരും. ഉദ്യോഗം അന്വേഷിച്ചുള്ള വിദേശയാത്ര ഇപ്പോൾ അത് ഗുണഫലം ചെയ്യില്ല. അതുകൊണ്ട് വെറുതെ പണം ചിലവാക്കുന്നതിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. മാസം അവസാനം അതിനുള്ള ശ്രമങ്ങൾ തുടരുമ്പോൾ അടുത്ത മാസത്തിലേക്ക് നല്ല ഫലങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും. ചെയ്യാത്ത കുറ്റത്തിന് അപരാധം കേൾക്കുവാൻ ഇടവരുമെങ്കിലും അധികം പ്രതികരിക്കാതെ സമചിത്തതയോടുകൂടി പ്രശ്നങ്ങളെല്ലാം ശ്രവിക്കുകയും എല്ലാം ഭഗവതിയുടെ പാതാരബന്ധങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ അമ്മ എല്ലാ പ്രശ്നങ്ങൾക്കും ആദിപരാശക്തിയുടെ ലളിതാംബികയുടെ പാതാരബന്ധങ്ങളിലെല്ലാം സമർപ്പിച്ച് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കൂ. തീർച്ചയായും അമ്മ എല്ലാ കാര്യത്തിനും ഒരു അനുകൂലമായ തീരുമാനം നൽകും. ഇത് വിശ്വാസത്തോടുകൂടി ചെയ്യണമെന്ന് മാത്രം. അപമാനം ഒഴിവാക്കുവാൻ നേതൃസ്ഥാനം ഒഴിയുകയും ഭാരങ്ങൾ മറ്റുള്ളവരിലേക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നത് ഒരു ആശ്വാസം നൽകുമെങ്കിലും ഉദ്യോഗം ഉപേക്ഷിച്ചിട്ട് വേറൊന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നത് അത്ര എളുപ്പമായിരിക്കുകയില്ല. നിൽക്കുന്ന ജോലിയിൽ തന്നെ നിന്നുകൊണ്ട്
വളരെ തന്മയത്വത്തോടുകൂടി കാര്യങ്ങൾ ചെയ്ത് മേലധികാരികളുടെ പ്രീതി പിടിച്ചു പറ്റുകയും അങ്ങനെ ഔദ്യോഗിക രംഗത്ത് പടിപടിയായി ഉയർച്ചയ്ക്ക് ശ്രമിക്കുകയും ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. രാശ്യാധിപനായ ശ്രീരാമസ്വാമിയെയും ഹനുമാൻ സ്വാമിയെയും ബുധന്റെ എല്ലാ ഭാവഭേദങ്ങളും എല്ലാ കാരകത്വത്തെയും പ്രാർത്ഥിക്കുന്നതോടുകൂടി എല്ലാ സൽഗുണങ്ങളും വന്നു ചേരും. കർക്കിടകം രാശി. കർക്കിടകം രാശി എന്ന് പറയുമ്പോൾ മകയിരത്തിന്റെ പുണർദത്തിന്റെ അവസാന പാദവും അതുപോലെ തന്നെ പൂയവും ആയില്യവും ചേരുന്ന 2 നക്ഷത്രം. ഇവരെ സംബന്ധിച്ചിടത്തോളം കർക്കിടകം രാശിക്കാർക്ക് ആസൂത്രിത പദ്ധതികളാണെങ്കിലും അശ്രാന്ത പരിശ്രമം വേണ്ടിവരും. അഷ്ടമശനി ആയതുകൊണ്ട് പരിശ്രമം വളരെ ഉണ്ടായാൽ മാത്രമാണ് വിജയത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ഈശ്വര പ്രാർത്ഥനകളാൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കും. ജീവിത നിലവാരം വർദ്ധിപ്പിക്കുമെങ്കിലും അമിതമായ സാമ്പത്തിക ചിലവുകളും സ്വന്തം ജീവിതത്തിൽ തന്നെ സൂക്ഷിച്ചു വച്ചിരുന്ന പല അമൂല്യങ്ങളായ വസ്തുക്കളുടെയും ക്രയവിക്രയവും ചിലപ്പോൾ ആവശ്യമായി വന്നേക്കാം. ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് പുതിയൊരു വിഷയം തിരഞ്ഞെടുത്ത് ഉപരിപഠനത്തിന് പോകേണ്ടതായ സാഹചര്യവും വന്നു ചേരും. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുഭവബലം അല്പം കുറയുമെങ്കിലും അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന വ്യാപാരം നിർത്തിവെച്ചുകൊണ്ട് പുതിയ രംഗത്തേക്ക് ശ്രമിക്കുന്നത് നന്നായിരിക്കും. രക്ഷിതാക്കളുടെ അസുഖം നിമിത്തം ജന്മനാട്ടിലേക്ക് തിരിച്ചു പോകുവാൻ ശ്രമിക്കുകയും അവിടെ പുതിയ ജോലിക്ക് ശ്രമിക്കുകയും ചെയ്യും. ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള കഴിവ് കൂടുതൽ അബദ്ധങ്ങളെ വന്നു ചേരാതിരിക്കുന്നതിന് ഒരു തടയിടുന്നത് പോലെ ആകും. അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടാവാം. അതിനെ ക്രിയാത്മകമായി ദുർഗാദേവിയെ മനസ്സിൽ നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാം അമ്മയുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഓരോ പ്രവർത്തനങ്ങളും വളരെ ശ്രദ്ധിച്ച് ചെയ്യുമ്പോൾ ഈ മാസം വരാനിരിക്കുന്ന എല്ലാ കഷ്ടതകളും മാറി ഒരു ശുഭമായ ഒരു അന്തരീക്ഷം മാസത്തിന്റെ അവസാനം പ്രതീക്ഷിക്കാം. മേലധികാരിയുടെ സ്വകാര്യ വിഷയങ്ങളിൽ അഭിപ്രായം പറയുവാൻ ഇടവരുമെങ്കിലും അതൊക്കെ നമ്മളുടെ സ്വാതന്ത്ര്യത്തെ ചിലപ്പോൾ അത് ദോഷം ചെയ്യും. കാരണം അനാവശ്യ വാക്കുകളും അനാവശ്യ പദപ്രയോഗങ്ങളും സംഭാഷണങ്ങളും ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും. ദീർഘകാലത്തെ പ്രയത്നത്തിന് ശേഷം പാഠ്യപദ്ധതി നന്നായി മനസ്സിലാക്കി എല്ലാ വിഷയങ്ങളിലും അനുകൂലമായ രീതിയിൽ നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യുവാൻ പറ്റുന്ന ഒരു സാഹചര്യം വന്നു ചേരും. പഠന തന്ത്രങ്ങൾ പുതിയത് ആവിഷ്കരിക്കുകയും ചെയ്യും. സ്വന്തം നിലപാടിൽ നിന്ന് സ്തുത്യർഹമായ സേവനത്തിന് പ്രതീക്ഷിച്ചതിലുപരി അംഗീകാരവും ആനുകൂല്യവും അനുഭവങ്ങളും മാസത്തിന്റെ അവസാനം വന്നു ചേരും. പൗരാണിക സംസ്കാരവും ആധുനിക സമ്പ്രദായവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും അതിലൊക്കെ വിജയിക്കുകയും ചെയ്യും. പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഒരു മാസമായിരിക്കും കർക്കിടകം രാശിക്കാർക്ക്. രാശിനാഥയായ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നത്, ദേവീ മഹാത്മ്യം ലളിതാ സഹസ്രനാമവും പാരായണം ചെയ്യുന്നതിലൂടെ എല്ലാ കഷ്ടതകളും മാറിപ്പോകും. ആയില്യപൂജ ചെയ്യുന്നത്, മകരപ്പൊങ്കലില്, മകരമാസത്തിലെ തൈപ്പൂയം, അതുപോലെ തന്നെ ധനുമാസത്തിലെ തിരുവാതിര, ഇതൊക്കെ ഭംഗിയായി ആഘോഷിക്കുമ്പോൾ, അതുപോലെ തന്നെ മകരസംക്രാന്തി, അതൊക്കെ പ്രാർത്ഥനകളിലൂടെ ഒരുപാട് നല്ല ഫലങ്ങൾ വന്നു ചേരും. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാനും ഇവർക്ക് സാധിക്കും. ഇനി ചിങ്ങം രാശി. ചിങ്ങം രാശി എന്ന് പറയുമ്പോൾ മകം, പൂരം, ഉത്രം.
ഇവരെ സംബന്ധിച്ചിടത്തോളം മകം പൂരം ഉത്രത്തിന്റെ ആദ്യപാദം വരുന്ന 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കണ്ടകശനിയുടെ കാലമാണെങ്കിൽ പോലും ഒരുപാട് ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു മാസമാണ് ഇത്. ഗഹനമായ വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കാൻ ഇവർക്ക് സാധിക്കും. സന്തോഷവും സന്തുഷ്ടിയുമുള്ള ജീവിതം നയിക്കുവാൻ അവസരമുണ്ടാകും. വിദ്യാർത്ഥികൾക്കും ശാസ്ത്രജ്ഞന്മാർക്കും ഗവേഷകർക്കുമൊക്കെ അനുകൂല അവസരങ്ങളും അംഗീകാരവും ബഹുമതിയും വന്നു ചേരും. കൂടുതൽ സൗകര്യങ്ങളുള്ള ഗ്രഹം നിർമ്മിക്കുന്നതിനുള്ള ശ്രമം നടത്തും. ഗുരുകാരണവന്മാരുടെ വാക്കുകൾ അനുസരിക്കുന്നതിനാൽ എല്ലാ കാര്യത്തിലും വിജയം അനുഭവിക്കും. ആത്മാഭിമാനവും വർദ്ധിക്കും. കടം കൊടുത്ത സംഖ്യ അല്പസ്വല്പമായി തിരിച്ചു ലഭിക്കും. മറ്റുള്ളവരുടെ ഉയർച്ചയിൽ സഹായിക്കുകയും അവരെ അഭിനന്ദിക്കുകയും ചെയ്യുന്നത് മൂലം എല്ലാവരിൽ നിന്നും ഒരു നല്ല പേര് സമ്പാദിക്കുവാൻ സാധിക്കും. പുതിയ ഭരണ സംവിധാനം നടപ്പിൽ വരുത്തും. അതുകൊണ്ട് ഗുണഫലങ്ങളും വന്നു ചേരും. സന്താനങ്ങളിൽ നിന്നും നല്ല സദ്ഫലങ്ങൾ പ്രതീക്ഷിക്കാം. പരമപ്രധാനമായ കാര്യങ്ങൾ തനതായ അർത്ഥമൂല്യത്തോടുകൂടി ചെയ്തു തീർക്കുന്നതിനുള്ള ഒരു ആശ്വാസവും ആത്മവിശ്വാസവും ഉണ്ടാകും. നേടിയെടുത്ത എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാം ഭഗവാന്റെ ഇച്ഛ മൂലം അല്ലെങ്കിൽ ഭഗവാന്റെ വരദാനമായി കാണുന്നത് മൂലം എല്ലാം നിലനിർത്തി കൊണ്ടുപോകുവാൻ സാധിക്കും. അനന്തരാവകാശികൾക്ക് പൂർവ്വ സ്വത്ത് ഭാഗം വെച്ച് നൽകാൻ തയ്യാറാകുകയും സമർപ്പിക്കുന്ന പദ്ധതികൾക്കെല്ലാം അംഗീകാരം ലഭിക്കുകയും ചെയ്യും. കൂട്ടുകെട്ടുകളിൽ നിന്നും മക്കളെ രക്ഷിക്കുവാനും നല്ല ശ്രമം നടത്തും. ഒരു പരിധിവരെ അതിൽ വിജയിക്കുകയും ചെയ്യും. ജന്മനാട്ടിലെ ആരാധനാലയത്തിലെ ഉത്സവങ്ങളിൽ പങ്കുചേരുവാൻ ശ്രമിക്കും. പൊതുവെ പറഞ്ഞാൽ അല്പം ഗുണഫലങ്ങൾ നൽകുന്ന ഒരു മാസമാണ് ജനുവരി. പുതുവർഷം എല്ലാ നന്മകളും ഇവർക്ക് അനുഭവിക്കുവാൻ സാധിക്കട്ടെ. കന്നിക്കൂർ ഉത്രത്തിന്റെ അവസാന 3 പാദവും അത്തവും ചിത്തിരയുടെ ആദ്യ 2 പാദവും ചേരുന്ന 2.25 നക്ഷത്രം. ലക്ഷ്യബോധം, ആത്മവിശ്വാസം, വ്യക്തമായ ദിശാബോധം, സമചിത്തതയോടുകൂടിയുള്ള പ്രവർത്തനം, ഇവയെല്ലാം പ്രവർത്തന മണ്ഡലങ്ങളിൽ ഒന്നിലധികം അവസരങ്ങൾക്ക് വഴിയൊരുക്കും. വർഷങ്ങളായി നിലനിന്നിരുന്ന തൊഴിൽ പ്രശ്നങ്ങൾക്ക് ഒരു സമാപനം കുറിക്കും. പ്രശ്നങ്ങളെല്ലാം ഒന്ന് തീർന്ന് ഒരു സമാധാന അന്തരീക്ഷം വരുവാൻ അതിന് മുൻകൈ എടുത്ത് പ്രവർത്തിക്കും. വ്യവഹാര വിജയത്താൽ അർഹമായ പൂർവിക സ്വത്ത് വന്നു ചേരും. ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുവാൻ സാധിക്കുമെങ്കിലും അല്പം ഞാൻ എന്ന ഭാവം വരികയും അത് ചിലപ്പോൾ ഈ രാശിയിൽ നിൽക്കുന്ന കേതു ചില അബദ്ധങ്ങൾ, ചില തടസ്സങ്ങൾ, വിജയിച്ചു എന്ന് വിചാരിക്കുന്നിടത്ത് അപ്രതീക്ഷിതമായ ചില ഇടപെടലുകൾ വരികയും അത് ചിലപ്പോൾ ദോഷം വരുത്തുകയും ചെയ്യും. ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് മൂലവും അന്നപൂർണേശ്വരിയെ പ്രാർത്ഥിക്കുന്നത് മൂലവും ഈ അവസരം ഒഴിവാക്കാവുന്നതാണ്. കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കുവാൻ തക്കവണ്ണം ഉദ്യോഗ കയറ്റം വരും. അതുവഴി അല്പം ധനലാഭവും ഉണ്ടാവും. അസാധ്യമെന്ന് തോന്നുന്നത് പലതും നിഷ്പ്രയാസം സാധിക്കും. തീരുമാനങ്ങളിൽ ഔചിത്യമുണ്ടാകും. വിജയസാധ്യതകളെ വിലയിരുത്തി കർമ്മമണ്ഡലങ്ങളിൽ മാറ്റം വരുത്തി ഘട്ടം ഘട്ടമായി ഓരോ പ്രവർത്തനങ്ങളും ചെയ്തു തീർക്കുവാൻ ശ്രമിക്കും. വിശേഷപ്പെട്ട ദേവാലയ ദർശനത്തിനും പുണ്യ തീർത്ഥാടന യാത്രയോ ഉല്ലാസയാത്രയോ വിനോദയാത്രയോ ഒക്കെ ചെയ്യുന്നത് മൂലം ഒരു ആത്മവീര്യം വർദ്ധിക്കുകയും എല്ലാ ദോഷങ്ങളും ഒഴിഞ്ഞു പോകുന്നതായി തോന്നുകയും ചെയ്യും. ആസൂത്രിത പദ്ധതികളിൽ അനുകൂല വിജയമുണ്ടാവുകയും അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം സ്വീകരിച്ച് പ്രവർത്തിക്കുന്നതിനാൽ ഗുണഫലങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും.
രാശിനാഥയായ മൂകാംബിക ദേവിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നത് മൂലം, ഗണപതി ഭഗവാൻ യഥേഷ്ടം വഴിപാടുകൾ കഴിക്കുന്ന മൂലം, ഏത്തമിടുന്നത് മൂലം, ജനുവരി മാസത്തിലെ എല്ലാ പുണ്യ ദിവസങ്ങളും പുണ്യമായി ആചരിക്കുന്നത് മൂലം, ഇപ്പം വൈകുണ്ഠ ഏകാദശി, തൈപ്പൊങ്കൽ, അതുപോലെ തൈപ്പൂയം, അതുപോലെ മകരച്ചൊവ്വ, ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങൾ, അതുപോലെ മകരജ്യോതിക്ക് ദീപം തെളിച്ച് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനകളിലൂടെ ഒരുപാട് ഗുണഫലങ്ങൾ വന്നു ചേരും. തിരുവാതിര നോയമ്പെടുക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം വൈകുണ്ഠ ഏകാദശി വ്രതം എടുക്കുന്നതൊക്കെ വരാനിരിക്കുന്ന ദോഷങ്ങളെല്ലാം, വന്നുകൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ കഷ്ടതകളെല്ലാം മാറ്റുന്നതിനുള്ള ആർജവം നൽകും. എല്ലാം ഭഗവതിയിൽ സമർപ്പിച്ച് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് സന്തോഷത്തോടുകൂടി കർമ്മരംഗത്ത് പ്രവർത്തിക്കൂ. എല്ലാ നന്മകളും അമ്മ നൽകും. തുലാരാശി എന്ന് പറയുമ്പോൾ ചിത്തിരയുടെ അവസാന 2 പാദവും ചോതിയും വിശാഖത്തിന്റെ ആദ്യ 3 പാദവും വരുന്ന 2.25 നക്ഷത്രം. വിദ്യാർത്ഥികൾക്ക് ഉത്സാഹവും വിദ്യാഗുണവും പരീക്ഷയിൽ അർഹമായ വിജയവും ഒക്കെ വരും. പക്ഷേ ഇതൊന്നും കണ്ട് ഇതാണ് അന്തിമം എന്ന് ചിന്തിക്കാതെ കുറച്ചുകൂടി കാര്യക്ഷമമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നത് നന്നായിരിക്കും. വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കുവാൻ ഇടയുണ്ട്. പ്രായാധിക്യമുള്ളവരുടെ ആഗ്രഹങ്ങൾ സാധിക്കുവാൻ അവസരം ലഭിക്കും. ഈശ്വരാർപ്പിതമായ ലാഭേച്ഛ കൂടാതെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം ഗുണഫലങ്ങൾ വർദ്ധിക്കും. അന്തിമമായ ലക്ഷ്യപ്രാപ്തി കൈവരിക്കുവാൻ സാധിക്കും. കുറേയേറെ പ്രതിസന്ധികൾക്ക് ശേഷമാണ് ഓരോ കാര്യത്തിലും വിജയം കൈവരിക്കുന്നത്. അപ്പോൾ പരാജയപ്പെടുമ്പോൾ തളരാതെ അമ്മയെ ഭജിച്ചുകൊണ്ട് തന്നെ, മഹാലക്ഷ്മിയെ സ്തുതിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകൂ. വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ അമ്മയുടെ അനുഗ്രഹം വളരെ ആവശ്യമാണ്. അമ്മയെ പ്രാർത്ഥിക്കൂ. ഏറ്റെടുത്ത കരാർ ജോലികൾ നിശ്ചിത പരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കും. സ്വാശ്രയ ജീവിതം നയിക്കുവാൻ തയ്യാറാകും. സ്വന്തം ആശയവും മന്യരുടെ പണവും സമന്വയിപ്പിച്ച പുതിയ വ്യാപാര വ്യവസായ വിപണന മാർഗങ്ങൾ നടപ്പിലാക്കുവാൻ ശ്രമിക്കും. അതിൽ ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്യും. വിജയം ശാശ്വതമല്ല. അതുകൊണ്ട് ഓരോ രംഗത്തും സൂക്ഷ്മമായ നിരീക്ഷണത്തോടുകൂടി പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതാണ്. പ്രായോഗിക വശം പ്രാവർത്തികമാക്കി ചെയ്യുന്ന പ്രവൃത്തികൾ ലക്ഷ്യപ്രാപ്തിയിലെത്തും. ജാമ്യം നിൽക്കുവാനുള്ള സാഹചര്യത്തിൽ നിന്നും യുക്തിപൂർവം ഒഴിഞ്ഞു മാറുന്നത് നന്നായിരിക്കും. പ്രതികൂല സാഹചര്യങ്ങളിലെ അനുകൂലമാക്കി മാറ്റി പ്രവർത്തിക്കുന്നതിനായി തുലാരാശിക്കാർ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ വാരാഹി ദേവിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കും. എല്ലാ വെള്ളിയാഴ്ചയും മഹാലക്ഷ്മി പൂജ ചെയ്യുന്നതും നന്നായിരിക്കും. അടുത്തത് വൃശ്ചിക രാശി എന്ന് പറയുമ്പോൾ വിശാഖത്തിന്റെ അവസാന പാദവും അനിഴവും തൃക്കേട്ടയും വരുന്ന 2.25 നക്ഷത്രം. ഇവരെ സംബന്ധിച്ചിടത്തോളം 2025 ജനുവരി മാസം ഒരുപാട് നല്ല ഗുണങ്ങൾ വന്നു ചേരുവാനുള്ള യോഗം കാണുന്നു. അധികാരപരിധിയിൽപ്പെടുന്ന കാര്യങ്ങൾ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുവാൻ ഒരു അശ്രാന്ത പരിശ്രമം തന്നെ വേണ്ടിവരും. അവഗണിക്കപ്പെട്ട അവസ്ഥകളൊക്കെ മാറി പരിഗണിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് മാറ്റങ്ങൾ വരും. പലപ്പോഴും തള്ളിക്കളഞ്ഞിരുന്ന കാര്യങ്ങളിൽ സ്ഥാനമാനങ്ങൾ കിട്ടുകയും കാര്യങ്ങൾ നേരിട്ട് ചെയ്യുവാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യും. യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാത്ത ബന്ധുക്കളുടെ വിമർശനങ്ങൾക്ക് മറുപടി പറയാതിരിക്കുന്നതാണ് നല്ലത്. അനാവശ്യ സംഭാഷണങ്ങൾ ഒഴിവാക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. കുടുംബത്തിലെ ചില സാഹചര്യങ്ങൾക്കനുസരിച്ച് നിശ്ചിത കാലയളവിന് മുമ്പ് ഉദ്യോഗത്തിൽ നിന്നും വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തുകൊണ്ട് വിരമിക്കേണ്ടതായി വന്നേക്കാം. അനാരോഗ്യകരമായ അവസ്ഥാവിശേഷത്താൽ പലപ്പോഴും അവധിയെടുക്കുവാൻ ഇടവരും. ഏറ്റെടുത്ത ദൗത്യം വിജയത്തിലെത്തിക്കുവാൻ കഠിന പരിശ്രമം ആവശ്യമായി വരും. സഹപ്രവർത്തകരുടെ സഹായവും നല്ലതുപോലെ അപേക്ഷിക്കേണ്ടതായി വരും.
വിദ്യാർത്ഥികൾക്ക് അലസതയും ഉദാസീന മനോഭാവവും ഉണ്ടാവുമെങ്കിലും ഈശ്വര പ്രാർത്ഥനകളാൽ പുനർപരീക്ഷയിൽ വിജയമുണ്ടാകും. ആദ്യം അല്പം പരാജയമുണ്ടായാലും പിന്നീട് നടക്കുന്ന പരീക്ഷയിൽ വിജയം നേടുവാൻ സാധിക്കും. പണം കടം കൊടുക്കുക, കടം വാങ്ങുക, ജാമ്യം നിൽക്കുക, കുറി ചേരുക, സ്വന്തം ഉത്തരവാദിത്യങ്ങൾ അന്യരെ ഏൽപ്പിക്കുക, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അമിതമായി ഇടപെടുക, ഇതൊക്കെ അനർത്ഥങ്ങളെ വിളിച്ചു വരുത്തും. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും സാമ്പത്തിക ഇടപാടുകൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. അതുകൊണ്ട് പ്രധാനമായിട്ടും മറ്റുള്ളവരുമായിട്ടുള്ള സൗഹൃദ സംഭാഷണങ്ങൾ അതിരുവിടാതെ ശ്രദ്ധിക്കണം. മേലധികാരികളുടെ അനാവശ്യ സംശയങ്ങൾക്ക് വിശദീകരണം നൽകുവാൻ നിർബന്ധിതരാകും. ഭദ്രതയില്ലാത്ത സാമ്പത്തിക ഇടപാടുകളിൽ നിന്ന് യുക്തിപൂർവം പിന്മാറണം. നിസ്സാര കാര്യങ്ങൾക്ക് പോലും കൂടുതൽ സമയം അധ്വാനിക്കേണ്ടതായി വരും. കഫക്കെട്ട്, വയറുവേദന തുടങ്ങിയ അസ്വാസ്ഥ്യങ്ങൾ വന്നു ചേരാം. രാഷ്ട്രീയ മത്സരങ്ങളിൽ പരാജയപ്പെടും. അധികൃതരുടെ നിർബന്ധത്താൽ പ്രത്യേക വിഭാഗത്തിൻ്റെ ചുമതല ഏറ്റെടുത്ത് നടത്തേണ്ടതായി വരും. പൂർവകാല സുഹൃത്തുക്കളെ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനും അവസരമുണ്ടാകും. മോഹന വാഗ്ദാനങ്ങളിൽ ചെന്നകപ്പെടരുത്. അത് ഒരുപാട് നാശങ്ങൾക്ക് കാരണമാകും. സർവർക്കും സ്വീകാര്യമായ നിലപാട് സ്വീകരിക്കുന്നതിനാൽ ആത്മസംതൃപ്തി തോന്നും. ഗർഭിണികൾ വളരെ ശ്രദ്ധിച്ച് യാത്രകൾ ചെയ്യേണ്ടതാണ്. ടെൻഷനൊക്കെ ഒഴിവാക്കേണ്ടത് ആവശ്യമാണ്. കുഞ്ഞുങ്ങളുടെ ആരോഗ്യസ്ഥിതിയിൽ വളരെ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. വ്യത്യസ്തമായ ശൈലി ആവിഷ്കരിക്കുന്നതിനാൽ അവിസ്മരണീയമായ നേട്ടമുണ്ടാകുമെങ്കിലും പലപ്പോഴും അധിക ജോലി ഏറ്റെടുക്കേണ്ടതായി വന്നേക്കാം. വിജ്ഞാനപ്രദമായ വിഷയങ്ങളും സന്ദേശങ്ങളും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ ഒരു ആത്മസംതൃപ്തി ഉണ്ടാവും. ഒരു ഗുരുസ്ഥാനത്ത് നിന്നുകൊണ്ട് എല്ലാവർക്കും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുവാനുള്ള ഒരവസരമുണ്ടാകും. രാശിനാഥയായ അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകുവാൻ മകരച്ചൊവ്വനാളിൽ പ്രത്യേക പ്രാർത്ഥന കഴിക്കുന്നത് വളരെ നല്ലതാണ്. തിരുവാതിര നൊയമ്പെടുക്കുന്നതും അതുപോലെ തന്നെ മകരജ്യോതിക്ക് ദീപം തെളിച്ച് പ്രാർത്ഥിക്കുന്നതും ഭദ്രകാളി സ്തവം നിത്യം ജപിക്കുന്നതുമെല്ലാം വൃശ്ചിക രാശിക്കാർക്ക് വരാനിരിക്കുന്ന എല്ലാ കഷ്ടതകളും മാറുന്നതിന് സഹായകമാകും. പുതുവർഷത്തിലെ പുതിയ മാസം അതായത് ജനുവരി മാസം, ഒന്നാമത്തെ മാസം ഏറ്റവും ശോഭനമായി തീരുവാൻ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യപാദം വരുന്ന 2 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുവാനുള്ള ശ്രമത്തിനിടയിൽ പലപ്പോഴും പരാജയം സംഭവിച്ചേക്കാം. സങ്കീർണങ്ങളായ വിഷയങ്ങളാണെങ്കിലും സമയോചിതവും യുക്തിപൂർവവുമായ ഇടപെടലുകളാൽ അനിശ്ചിതാവസ്ഥകൾ ഒഴിവാക്കുവാൻ ശ്രമിക്കണം. ഒരു പരിധിവരെ അതിൽ വിജയിക്കുകയും ചെയ്യും. ശത്രുതാ മനോഭാവത്തിലിരുന്ന പലരും അവരുടെ സ്വാർത്ഥ താല്പര്യ സാധ്യങ്ങൾക്കായി മിത്രങ്ങളെന്ന ഭാവത്തിൽ അടുക്കാൻ ശ്രമിക്കും. അതൊന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത് നന്നായിരിക്കും. കിട്ടുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കണം. മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു എന്നാലോചിക്കാതെ യുക്തിപൂർവം ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള ഒരു ആത്മപ്രചോദനം ഉണ്ടാകും. പ്രവർത്തന തലങ്ങൾ വിജയപഥത്തിൽ എത്തിക്കുവാൻ എപ്പോഴും കർമ്മ ഉത്സുകരായിട്ടിരിക്കണം. ചെയ്യുന്ന പ്രവൃത്തിക്ക് അർഹമായ അംഗീകാരം ലഭിക്കും. സുപ്രധാനങ്ങളായ കാര്യങ്ങൾ തീരുമാനത്തിൽ എത്തിക്കുവാൻ സാധിക്കും. നിഷേധാത്മക നിലപാടിൽ നിന്നും ഒഴിഞ്ഞു മാറി യാഥാർത്ഥ്യങ്ങളോട് ബന്ധപ്പെട്ട് ചിന്തിച്ച് പ്രവർത്തിക്കുവാനുള്ള ഒരു ഉൾപ്രേരണയുണ്ടാകും. പദ്ധതി ആസൂത്രണങ്ങളിൽ ലക്ഷ്യപ്രാപ്തി നേടാൻ ഉന്നതാധികാര സ്ഥാനത്തേക്ക് മത്സരിക്കുവാനുള്ള അർഹതയും നേടും.
ദിനചര്യാക്രമങ്ങളിൽ മാറ്റം വരുത്തുവാൻ തയ്യാറാകും. സഹപ്രവർത്തകർ വരുത്തിവെച്ച അബദ്ധങ്ങളെല്ലാം തിരുത്താനുള്ള ഒരു സാഹചര്യം വന്നു ചേരും. അതിൽ വിജയിക്കുകയും ചെയ്യും. ഭരണ സംവിധാനത്തിൽ പുതിയ ആശയങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനാൽ ആത്മസംതൃപ്തി ഉണ്ടാവും. അവധിക്കാലത്ത് വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനുള്ള ഒരു അവസരവും വന്നു ചേരും. വിദേശീയരിൽ നിന്നും അനുകൂലമായ സന്ദേശങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട്. ഊഹക്കച്ചവടത്തിൽ നിന്നും പിന്മാറി ദൃഷ്ടിപഥത്തിലുള്ള പ്രവർത്തന മേഖലകൾക്ക് തുടക്കം കുറിക്കും. സത്യാവസ്ഥകൾ പലരെയും ബോധിപ്പിക്കുവാനുള്ള ഒരു സന്ദർഭവും ലഭിക്കുന്നതാണ്. പൊതുവേ പറഞ്ഞാൽ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് മൂലവും വ്യാഴാഴ്ച ദിവസം അതായത് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുകയും വൈകുണ്ഠ ഏകാദശി നോക്കുകയും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് നിത്യം ജപിക്കുകയും ചെയ്യുമ്പോൾ എല്ലാ ദോഷങ്ങളും മാറി വ്യാഴത്തിൻ്റെ 6ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ കഷ്ടതകളൊക്കെ മാറി രാശിനാഥനായ വ്യാഴം എല്ലാ നന്മകളും പ്രദാനം ചെയ്യും. അതിന് ഉപദേവതകളുടെ അനുഗ്രഹം കൂടെ ഉണ്ടാവും. രാശിനാഥനും അതുപോലെ തന്നെ ഓരോ നക്ഷത്രക്കാരുടെയും അതായത് മൂലത്തിൻ്റെയും പൂരാടത്തിൻ്റെയും ഉത്രാടത്തിൻ്റെയും ഒക്കെ ദശാനാഥരെ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാം മംഗളമാക്കി തീർക്കുവാൻ സാധിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഈ ജനുവരി മാസം എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇനി മകരം രാശി. മകരം രാശി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഉത്രാടത്തിൻ്റെ അവസാന 3 പാദവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ 2 പാദവും ചേരുന്ന 2.25 നക്ഷത്രം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റെടുക്കുന്ന കർമ്മമണ്ഡലങ്ങൾ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാൻ അവർ ശ്രമിക്കും. വിജ്ഞാനം ആർജിക്കുവാനും പകർന്നു കൊടുക്കുവാനും അവസരം ലഭിക്കും. ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിനാൽ കുടുംബത്തിൽ ചെറിയ ചെറിയ കലഹങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഒഴിവാകും. പ്രമേഹ രോഗങ്ങൾക്ക് വാദവും പ്രമേഹവും ഒക്കെ അല്പം അധികരിക്കാനുള്ള സാധ്യത കാണുന്നു. വിദഗ്ധ ചികിത്സയും പ്രാണായാമവും വഴി ഇത് നിയന്ത്രിക്കാവുന്നതാണ്. ഈശ്വര പ്രാർത്ഥനകളാൽ പരീക്ഷയിൽ ഉന്നത വിജയം നേടുന്നതിന് സാധിക്കും. സ്വന്തം പ്രയത്നവും ഈശ്വര പ്രാർത്ഥനയും മൂലം പരീക്ഷകളിൽ വിജയിക്കുവാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കാത്തതിനാൽ അല്പം മനപ്രയാസമൊക്കെ നേരിടുമെങ്കിലും ഘട്ടം ഘട്ടമായി ഓരോന്ന് ചെയ്തു തീർക്കുവാൻ ശ്രമിക്കും. ഉന്നതാധികാര സിദ്ധി ലഭിക്കുന്നതിനാൽ ജീവിതഗതിയിൽ മാറ്റം വരും. മഹത് വ്യക്തികളുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ കഴിയും. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതി ഉണ്ടാകും. മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ഈ പുതുവർഷത്തിൽ നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കും. അതിൽ ഒരു ആത്മസംതൃപ്തിയും ഉണ്ടാകും. മഹത് വ്യക്തികളുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ സാധിക്കുക മാത്രമല്ല, അത് ആ ആശയങ്ങൾ നിത്യജീവിതത്തിൽ കൂടി പകർത്തുന്നതോടൊപ്പം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും ഒരു ശ്രമം നടത്തും. ബന്ധുക്കൾ തമ്മിലുള്ള തർക്കങ്ങളിൽ ഒരു ശാശ്വത പരിഹാരത്തിനുള്ള മാർഗം നിർദ്ദേശിക്കും. ലാഭശതമാനമുള്ള വ്യവസ്ഥയിലുള്ള പ്രവൃത്തികൾക്ക് തുടക്കം കുറിക്കും. പക്ഷെ ആദ്യം അത് അല്പം അനബദ്ധമായി തീരും. പിന്നീടാണ് അതുകൊണ്ട് വിജയം ഉണ്ടാവുക. ഭക്ഷ്യ വിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കണം. എല്ലാ പ്രകാരത്തിലും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്നവരെ അനുമോദിക്കുവാൻ അവസരമുണ്ടാകും. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വിജയിക്കും. സമ്പൂർണ്ണ അധികാരം ലഭിക്കുന്നതിനാൽ ഭരണ സംവിധാനത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനും അത് പ്രാബല്യത്തിലാക്കിക്കൊണ്ടുപോകുന്നതിനും സാധിക്കും. എല്ലാവിധ ഗുണഫലങ്ങളും അനുഭവിക്കുവാൻ പറ്റുന്ന ഒരു മാസമാണ് മകരം രാശിക്കാർക്ക്. വൈകുണ്ഠ ഏകാദശി എടുക്കുന്നത്, അതുപോലെ തന്നെ തിരുവാതിര നൊയമ്പ് നോക്കുന്നത്, തിരുവാതിര ആർദ്രാവിധം എടുക്കുന്നത്, നമശിവായ ജപിക്കുന്നത്, അതുപോലെ ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നത്, ശാസ്താവിന് നെയ്വിളക്ക് തെളിക്കുന്നത് അല്ലെങ്കിൽ നീരാഞ്ജനം തെളിക്കുന്നത്, ശനിയാഴ്ചകളിൽ ഉപവാസവും ദാനവും ഒക്കെ ചെയ്യുന്നത്,
വ്യാഴാഴ്ചകളിലും ആത്മീയ പ്രഭാഷണങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത്, സത്സംഗങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതോടുകൂടി ഗുണഫലങ്ങൾ ഇരട്ടിക്കുകയും ഒരു നല്ല പുതുവർഷത്തിലെ ആദ്യത്തെ മാസം ഏറ്റവും ശോഭനമായ ഫലങ്ങൾ നൽകുകയും ചെയ്യും. അടുത്തത് കുംഭം രാശി. കുംഭം രാശി എന്ന് പറയുമ്പോൾ അവിട്ടത്തിൻ്റെ അവസാന 2 പാദവും ചതയവും പൂരിട്ടാതിയുടെ ആദ്യ 3 പാദവും ചേരുന്ന 2.25 നക്ഷത്രം. ഇവരെ സംബന്ധിച്ചിടത്തോളം ബൃഹത് പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിൻ്റെ സംഘാംഗങ്ങളിൽ ഉൾപ്പെടുത്തിയ മേലധികാരിയോട് ഒരു ആദരവ് തോന്നും. പാർശ്വഫലങ്ങളുള്ള ഔഷധങ്ങൾ ഒഴിവാക്കി പ്രകൃതി ചികിത്സയിലേക്ക് തിരിയും. യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാത്തതിനാൽ ബന്ധുക്കളും സ്വന്തക്കാരുമെല്ലാം വിരോധികളായി തീരും. വർഷങ്ങൾക്ക് ശേഷം സുഹൃത്ത് ബന്ധങ്ങൾ ഒന്നുകൂടി പുഷ്ടിപ്പെടുത്താൻ ശ്രമിക്കുമെങ്കിലും അതിൽ വേണ്ടത്ര വിജയം ഉണ്ടാവുകയില്ല. ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിൽ പ്രവേശനം ലഭിക്കും. സമൂഹത്തിൽ ഉന്നതരുമായി സൗഹൃദ ബന്ധത്തിൽ ഏർപ്പെടുന്നത് വഴി പുതിയ കർമ്മ പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യുവാൻ സാധിക്കും. ആദരണീയവരുടെ കൂട്ടത്തിൽ സ്ഥാനം ലഭിക്കും. കൂട്ടുകച്ചവടത്തിൽ നിന്നും പിന്മാറുന്നത് വളരെ നന്നായിരിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കുമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചികിത്സ ആവശ്യമായി വന്നേക്കാം. കർമ്മമേഖലകളിൽ ക്രമാനുഗതമായ വളർച്ചയും സാമ്പത്തിക നേട്ടവും ഉണ്ടാവും. വാക്ക് പാലിക്കുന്നതിന് ഒരു ശ്രമം നടത്തും. പൂർണ്ണ വിജയം ഉണ്ടാകില്ല എങ്കിലും ഭാഗിക വിജയത്തിൽ എത്തിച്ചേരും. മഹത് വ്യക്തികളുടെ വാക്കുകൾ പലപ്പോഴും ജീവിതത്തിൽ വിഷമഘട്ടങ്ങൾ അതിജീവിക്കുവാനുള്ള പിൻബലം ഉണ്ടാവും. അവസരോചിതമായ ഇടപെടലുകളാൽ പലപ്പോഴും അബദ്ധങ്ങൾ ഒഴിവായി അന്തിമ നിമിഷത്തിൽ കാര്യസാധ്യം കൈവരും. സത്യസന്ധവും നീതിയുക്തമായ സമീപനം അവലംബിക്കുന്നതിനാൽ സർവകാര്യമായ വിജയം നേടും. ആഗ്രഹ സാഫല്യത്താൽ ആത്മനിർവൃതി ഉണ്ടാവും. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാൻ വ്യവസായം നവീകരിക്കും. പരമപ്രധാനമായ കാര്യങ്ങൾക്ക് അന്തിമ തീരുമാനം എടുക്കും. ജന്മശനിയിലാണെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയും ഭാഗികമായി വിജയം കൈവരിക്കുകയും ചെയ്യുന്നതിലൂടെ ശനീശ്വരന് പ്രാർത്ഥിക്കുന്നതും വിഷ്ണുമായ സ്വാമിക്കോ അതുപോലെ തന്നെ ധർമ്മശാസ്താവിന് ഹനുമാൻ സ്വാമിക്കൊക്കെ പ്രാർത്ഥനകൾ ചെയ്യുന്നതും അവരുടെ നാമം ജപിക്കുന്നതും കൂടുതൽ ഗുണഫലങ്ങൾ നൽകും. അതുപോലെ തന്നെ വ്യാഴപ്രീതിക്കായിട്ട് 4-ാമിടത്ത് നിൽക്കുന്ന വ്യാഴപ്രീതിക്കായിട്ട് വൈകുണ്ഠ ഏകാദശി എടുക്കുക, വ്യാഴാഴ്ചകളിൽ ദാനം ചെയ്യുക, ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ശനിയാഴ്ചകളിൽ വസ്ത്രവും ഭക്ഷണവും ദാനം ചെയ്യുന്നത് വഴിയും ഗുണഫലങ്ങൾ വർദ്ധിക്കും. ഏറ്റവും നല്ല ഗുണഫലങ്ങൾ ഈ ജനുവരി മാസത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അവസാനമായി മീനം രാശി. മീനം രാശി എന്ന് പറയുമ്പോൾ പൂരിട്ടാതിയുടെ അവസാന പാദവും ഉത്രട്ടാതിയും രേവതിയും വരുന്ന 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശ്രമകരമായ പ്രവർത്തനങ്ങൾ എല്ലാം വിജയത്തിലെത്തിക്കുവാൻ ശ്രമിക്കും. നിഷേധാത്മകമായ നിലപാടിൽ നിന്നും ഒഴിഞ്ഞു മാറി യുക്തിപൂർവം ചിന്തിക്കുവാൻ ഒരു ഉൾപ്രേരണയുണ്ടാകും. സസൂക്ഷ്മം പ്രവർത്തിച്ച് ഓരോ കാര്യങ്ങളും അടുക്കും ചിട്ടയോടുകൂടി ചെയ്യുവാനുള്ള ശ്രമം നടത്തും. വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായ പ്രവൃത്തികൾ സമയബന്ധിതമായി ചെയ്യുവാനുള്ള ഒരു ശ്രമം നടത്തും. അത് വിജയിക്കുകയും ചെയ്യും. നിർത്തിവച്ച വിദേശ ബന്ധമുള്ള വ്യാപാര വിപണനങ്ങൾ പുനരാരംഭിക്കും. ആജ്ഞാനുവർത്തികളുടെ നിർദ്ദേശങ്ങൾ യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടുത്തുന്നതിനാലും ദീർഘവീക്ഷണത്തോടു കൂടിയുള്ളതിനാലും സർവാത്മന അത് സ്വീകരിക്കും. കുടുംബസമേതം വിദേശത്ത് താമസമാക്കിയിട്ടുള്ളവർ അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യും. അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിച്ചതിനാൽ മേലധികാരികളോട് സത്യാവസ്ഥ ബോധിപ്പിക്കുവാനും
അതിൽ നന്ദി പ്രകടിപ്പിക്കുവാനും ശ്രമിക്കും. അറിവുള്ള വിഷയങ്ങളാണെങ്കിലും ആവശ്യമുള്ളത് ചിലപ്പോൾ മറന്നു പോയേക്കാം. അത് ഓർമ്മിക്കുന്നതിനുള്ള പ്രാർത്ഥനകൾ ചെയ്യേണ്ടതാണ്. ഏകാഗ്ര ബുദ്ധിയോടുകൂടി എല്ലാം ഒന്നുകൂടി മനസ്സിരുത്തി പ്രാർത്ഥിച്ച് അടുക്കും ചിട്ടയോടും കൂടി ഒന്നൊന്നായി കാര്യങ്ങൾ ചെയ്യുമ്പോൾ എല്ലാം ശുഭമായി തീരും. കീഴ്ജീവനക്കാർ വരുത്തിവെച്ച അബദ്ധങ്ങൾ തിരുത്തുന്നതോടൊപ്പം തന്നെ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിനും ശ്രമിക്കും. നിലവിലുള്ള ഉദ്യോഗം ഉപേക്ഷിച്ചിട്ട് മറ്റൊന്നിന് ശ്രമിക്കുന്നത് അല്പം മാറ്റിവെക്കുന്നത് നന്നായിരിക്കും. അസുഖാവസ്ഥയിലായ മാതാപിതാക്കളെ രക്ഷിക്കുന്നതിനുള്ള അല്ലെങ്കിൽ അവരെ പരിചരിക്കുന്നതിനുള്ള ഒരു ശ്രമം ആവശ്യമായി വരും. അതിനുവേണ്ട അവധിയൊക്കെ എടുക്കേണ്ടത് ആവശ്യമാണ്. വേണ്ടപ്പെട്ടവരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വത നിർദ്ദേശം നൽകുവാൻ സാധിക്കുന്നതിനാൽ പൊതുവെ ഒരു മനസ്സമാധാനവും സന്തോഷവും ഉണ്ടാകും. 2025 ജനുവരി മാസം 27 നക്ഷത്രക്കാർക്കും ഏറ്റവും നല്ല ഫലങ്ങൾ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രാശിനാഥരായ വ്യാഴത്തിനെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും മീനൻ രാശിക്കാർക്കുണ്ടാകും. ശിരസിൽ നിൽക്കുന്ന രാഹുവിന് ആയില്യനാളിൽ അർച്ചന നടത്തുന്നതും മഞ്ഞപ്പൊടി സമർപ്പിക്കുന്നതും മനസ്സുകൊണ്ട് നാഗസ്തുതികൾ ജപിക്കുന്നതും ഒരുപാട് ഗുണഫലങ്ങൾ നൽകും. അതുപോലെ തന്നെ വൈകുണ്ഠ ഏകാദശി നാളിലും പ്രാർത്ഥനകൾ ചെയ്യുകയും ഷഷ്ഠി നാളിലൊക്കെ പ്രാർത്ഥനകൾ ചെയ്യുമ്പോൾ വരാനിരിക്കുന്ന പ്രതിസന്ധികളെ പെട്ടെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുവാനുള്ള ഊർജം ലഭിക്കും. 27 നക്ഷത്രക്കാർക്കും എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.